1.15 കൊടുക്കാം. 1.15. ഇത് നമുക്കൊരു 85 കൊടുക്കാം. വെറും 85,000 രൂപ. വെറും 85,000 രൂപ. 75 കൊടുക്കാം. വെറും 75,000 രൂപയ്ക്ക് 2007 വണ്ടി അല്ലേ? 7 വണ്ടി AC. ഇത് നമുക്ക് 2.85. 2.85. 2.60 കൊടുക്കാം. 2,60,000 രൂപ. ഇത് നമുക്കൊരു 1 lakhന് കൊടുക്കാം. 5 വർഷത്തെ പേപ്പർ ആയിട്ട് 2 വർഷം 5 വർഷത്തെ പേപ്പർ ഉൾപ്പെടെ നിങ്ങൾക്ക് 2.10 കൊടുക്കാം. 2.10 കൊടുക്കാം. 2015 ആണ്. വിഷു ഒക്കെയാണ് വരുന്നത് അല്ലേ? അപ്പോൾ അത്യാവശ്യം നല്ല വില കുറച്ചിട്ട് ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി എടുക്കാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണൂർ തളിപ്പറമ്പുള്ള മൈക്കാറിൽ ഒരുപാടധികം വണ്ടികൾ വന്നിട്ടുണ്ട്. വളരെ വില കുറഞ്ഞ വണ്ടികളുണ്ട്, അതേപോലെ തന്നെ മിഡ് റേഞ്ച് വണ്ടികളുണ്ട്, കുറച്ച് വില കൂടിയ വണ്ടികളുണ്ട്. അത്യാവശ്യം എന്താ പറയുക, സാധാരണക്കാർക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരുപാട് വണ്ടികളാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു ക്വാളിറ്റിയുള്ള വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ. നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ വെക്കുന്നുണ്ട്. പിന്നെ വിഷു ഒക്കെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വിഷുവിൻ്റെ ഓഫറൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല, പക്ഷേ എല്ലാ വണ്ടികളും അത്യാവശ്യം നല്ലോണം വില കുറച്ചിട്ട് നല്ല വൃത്തിയുള്ള വണ്ടികളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വണ്ടികളൊന്നും കണ്ടാലോ, മാക്സിമം ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്തേക്ക്, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഒന്ന് എത്തിക്കോട്ടെ. എല്ലാവരുടെയും കയ്യിൽ എത്തിയാൽ എല്ലാവർക്കും അതൊരു ഉപകാരമാവുമല്ലോ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ. ഫുള്ളൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും നമ്മുടെ മൈക്കാറിൽ ഇപ്രാവശ്യം വളരെ വില കുറച്ച് ഒരുപാട് വണ്ടികളുണ്ട്. ഇന്ന് നമുക്ക് മൊയ്തുക്കല്ല നമ്മളുടെ വീഡിയോയിൽ ഉണ്ടാവുക, നമ്മുടെ ഫാസ്റ്റ് ബ്രോ ആണ്. ഫാസ്റ്റ് ബ്രോ റോഡ് മോസ്റ്ററിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യമായിട്ടല്ലേ വീഡിയോ എടുക്കുന്നത് അല്ലേ? ഫസ്റ്റ് ടൈം. അതെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫസ്റ്റ് ടൈം വന്നതിൻ്റെ സ്ഥിതിക്ക് നല്ല വില കുറച്ച് കൊടുക്കും ആൾക്കാർക്ക്. മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കുക. അടിപൊളി വണ്ടികൾ, ക്വാളിറ്റി എല്ലാം ക്വാളിറ്റി അടിപൊളിയല്ലേ? ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയും നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ചെറിയ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ ഉള്ള ഞാൻ പറയാം. ഓക്കെ, തുടങ്ങാം നമുക്ക്. തുടങ്ങാം. അപ്പൊ ഈ അൾട്ടോയിൽ തന്നെ തുടങ്ങി. ഇതേതാ മോഡല്? ഇത് 2018-19 രജിസ്ട്രേഷൻ, വെറും 40,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്ത വണ്ടിയാ. വെറും 40,000. 18-19 സെക്കൻഡ് ഓണർഷിപ്പ് അതിന്. 4 ടയർ കാര്യങ്ങളൊക്കെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ഇന്ത്യയിൽ ഒന്നും കാണിക്കില്ല ബ്രോ, ഒന്ന് അയച്ചു കൊടുക്കണ്ട, നമുക്ക് വേഗം പറഞ്ഞു പോവാ. ശരി. ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ്? ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 275 കൊടുക്കാം. 2,75,000 രൂപയ്ക്ക് 17 വണ്ടി അല്ലേ? അത് എന്തെങ്കിലും കുറയാണ്ട് കുറച്ച് കൊടുക്കൂല? നമുക്ക് മാക്സിമം റേറ്റ് നോക്കി ചെയ്യാം. അടിപൊളി. ഈ ഒമിനി ആണെങ്കിലോ? ഇത് 2012 മോഡൽ ഒമിനിയാണ്. 12 ആണ് അല്ലേ? മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല, ചെറിയ റീപ്ലേസ് ഉണ്ട്, മെയിൻ ക്ലാസ് മാത്രം. അതൊക്കെ എന്ത് നോക്കാനല്ലോ, ഒമിനി അല്ലേ അല്ലേ? എഞ്ചിൻ വൈസ് ഒക്കെ വണ്ടി അടിപൊളിയാണ്. മെക്കാനിക്കലി വണ്ടി ഫിറ്റ് ആണ്. ശരി. വില എത്ര വരും 12 വണ്ടി? ഇതിന് നമുക്കൊരു 1.15 കൊടുക്കാം. 1.15. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും അറിയോ? കിലോമീറ്റർ അറൌണ്ട് 70 അല്ലേ? അതൊക്കെ ചെക്ക് ചെയ്തെടുത്തോളൂ അല്ലേ? ബാക്കി വണ്ടിന്റെ അവസ്ഥയൊക്കെ നോക്കിയിട്ട് മാത്രം എടുക്കുക. കംപ്ലൈന്റ് ഒന്നൊക്കെ നോക്കിക്കോളൂ. അതേപോലെ ഈ ഇൻഡിക്ക ആണെങ്കിലോ? ഇത് നമുക്ക് നല്ലൊരു ഓഫർ പ്രൈസിന് കൊടുക്കാം. വിസ്റ്റ അല്ലേ? വിസ്റ്റ ക്വാർട്ടർ ജെറ്റ് എഞ്ചിനാണ്, ഡീസലാണ്, ഏകദേശം 22+ മൈലേജ്, 20 മൈലേജ്. ഒരു ഫേസ് ലിഫ്റ്റ് പോലെ വന്നൊരു വണ്ടിയാണ് അല്ലേ? പറ്റ പഴയതല്ലേ? ഇതേതാ മോഡൽ ഏതാ? ഇത് 2012. 12 ആണ്. ഓക്കെ, 12ലേക്കാണ് ഈ ഒരു ഷേപ്പ് വന്നത്. കിലോമീറ്ററോ? കിലോമീറ്റർ 150. ആയിരിക്കും അല്ലേ? അതൊക്കെ എന്ത് നോക്കാനല്ലേ? പിന്നെ ഡീസൽ അല്ലേ? എഞ്ചിൻ പരമായിട്ട് എന്താ സ്ഥിതി? മെക്കാനിക്കലി ഫിറ്റ് ആണ് വണ്ടി. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും പറയാനില്ല. ശരി. വിലയോ? ഇത് നമുക്കൊരു 85 കൊടുക്കാം. വെറും 85,000 രൂപ. വെറും 85,000 രൂപ. അടിപൊളി. വെറും 85,000 രൂപയ്ക്ക് 2012 മോഡൽ നല്ല നീറ്റ് വണ്ടി എടുക്കാം. ഡീസൽ വണ്ടിയായ ഡീസൽ. അതെ, ക്വാർട്ടർ ജെറ്റ് അല്ലേ? ക്വാർട്ടർ ജെറ്റ് എഞ്ചിൻ. സ്വിഫ്റ്റിലൊക്കെ വരുന്ന സെയിം എഞ്ചിനാണ്. അതുപോലെ തന്നെ ഈ അൾട്രാ ആണെങ്കിലോ? ഇത് 2015 മോഡൽ. 15 ആണ്. മോഡൽ കൂടിയ വണ്ടി അല്ലേ? കുറച്ച് മോഡൽ കൂടിയാണ്. പിന്നെ മെക്കാനിക്കൽ കിലോമീറ്റർ 1 lakh. 1 lakh അല്ലേ? പിന്നെ വേറെ എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ് ഉണ്ട്, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും അല്ല. ഇത് നമുക്കൊരു 175 കൊടുക്കാം. 1,75,000 രൂപയ്ക്ക് 2015 വണ്ടി കൊടുക്കുക അല്ലേ? മേജർ ആക്സിഡന്റ് അല്ലല്ലോ? അല്ല. ഓക്കെ, ചെറിയ ചെറിയ റീപ്ലേസ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും, നിങ്ങൾ ചെക്ക് ചെയ്തെടുത്തോളൂ. അതുപോലെ തന്നെ സാൻഡ്രോ ആണെങ്കിലോ? ഇത് 2007 വണ്ടിയാണ്, ഏകദേശം 27 വരെ പേപ്പർ ഉണ്ട്. പിന്നെ ഇത് നമുക്ക് റേറ്റ് ഏകദേശം ഒരു 75 കൊടുക്കാം. വെറും 75,000 രൂപയ്ക്ക് 2007 വണ്ടി അല്ലേ? AC പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഇല്ല വണ്ടിയാണ്. അതെ, പവർ സ്റ്റിയറിംഗും എല്ലാം ഉണ്ടോ? എല്ലാം ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ. അതെ. പിന്നെ വേറെ കേസ് ഉണ്ടോ? എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് പഴയ മോഡൽ വണ്ടിയാകുമ്പോൾ മാക്സിമം വില കുറഞ്ഞേ കിട്ടുള്ളൂ. വണ്ടി കംപ്ലൈന്റ് ഇല്ലല്ലോ? വണ്ടി ആ റേറ്റിന് ഒക്കെയാണ്. അടിപൊളി. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2011 മോഡല് സ്റ്റാർ. പേപ്പർ എടുത്തോ? പേപ്പർ നമ്മൾ എടുത്തു കൊടുക്കും. അപ്പൊ കൊണ്ടുപോകുന്ന ഒരാൾക്ക് 5 വർഷത്തെ പേപ്പർ കാര്യങ്ങളൊക്കെ ആയി. ഇതും അതേപോലെ തന്നെ AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. ശരി. എന്താ വില? ഇത് നമുക്കൊരു 1 lakh കൊടുക്കാം. 5 വർഷത്തെ പേപ്പർ ആയിട്ട്. 2 വർഷം 5 വർഷത്തെ പേപ്പർ ഉൾപ്പെടെ നിങ്ങൾക്ക് 1 ലക്ഷം രൂപയ്ക്ക് വരും. അതേപോലെ തന്നെ നല്ല അടിപൊളി ഒരു സ്വിഫ്റ്റ് ഉണ്ടല്ലോ. സ്വിഫ്റ്റ് 2013 മോഡൽ. 13 ആണ്. ZXi നേരത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാ. അതായത് ഓട്ടോമാറ്റിക് AC കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് പെട്രോളിൽ ഫുൾ ഓപ്ഷൻ. പെട്രോളിൽ ഫുള്ള്.
ഇത് നമുക്ക് 3,90,000 കൊടുക്കാം. 3,90,000 രൂപയ്ക്ക് 2013 വണ്ടി. 80,000 കിലോമീറ്റർ ആണ്. വെറും 80,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അടിപൊളി. എന്നാലും ഒട്ടും കൂടുതലാന്ന് പറയാൻ പറ്റൂല. ആർക്കെങ്കിലും വേണം നോക്കിയാൽ വണ്ടി ക്വാളിറ്റി ഉണ്ട്. അതെ, കിലോമീറ്ററും കുറവല്ല, കുറവാണ്. അതെ അതെ, 2013 മോഡലാണ്. 3,90,000 അല്ലേ? അതുപോലെ തന്നെ ഇതാണെങ്കിലോ, ഇത് 2015 മോഡല് മാഗ്ന. 15 മാഗ്നയാണ് അല്ലേ? ഇയോണ്. ഇത് നമുക്കൊരു 2,10 കൊടുക്കാം. കിലോമീറ്ററോ? ഇത് കിലോമീറ്റർ 60,000 കിലോമീറ്റർ ഓടിന്. സിംഗിൾ ഓണർഷിപ്പ്, 2 ടയർ കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ്. പുത്തൻ ടയർ. അടിപൊളി. 2,10 കൊടുക്കാം. 2015 ആണ്. റേറ്റ് നമുക്ക് നോക്കി ചെയ്യാം, പ്രശ്നമില്ല. നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുത്താൽ സ്പെഷ്യൽ ആക്കി കൊടുക്കാം. ശരി. ഇതാണെങ്കിലോ, ഇത് 2018 മോഡല് 80,000 കിലോമീറ്റർ ഓടിന്. മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഇത് മാഗ്ന പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത്. പിന്നെ റേറ്റ് നമുക്ക് ഒരു 2,70,000 കൊടുക്കാം. 2,70,000 രൂപയ്ക്ക് 2018 വണ്ടി. ഒന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ് ഇല്ല വണ്ടി നമ്മൾ പറയും. ശരി. നീറ്റ് വണ്ടി അല്ലേ? നീറ്റ് വണ്ടി. അതൊന്നുമില്ലാതെ നല്ല ക്ലീൻ വണ്ടിയാണ്. നോക്കിക്കോളൂ. 2,80 അല്ലേ? 2,70. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ നല്ല അടിപൊളി ഒരു ന്യൂ ഷേപ്പ് അൾട്ടോ ഉണ്ടല്ലോ. ഇതേതാ മോഡല്? ഇത് 2021 മോഡല് 50,000 കിലോമീറ്റർ ഓടിന്. സിംഗിൾ ഓണർഷിപ്പ്. 21 50,000 ഓടിയിട്ടുള്ളൂ. എന്തെങ്കിലും അപാകത ഉണ്ടോ? ഒന്നുമില്ല. ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് റേറ്റ് വരുന്നത് 3,60,000. 3,60,000 രൂപ. ഓക്കെ. അതിൽ എന്തെങ്കിലും കുറയാണ്ട് കുറച്ച് കൊടുക്കൂല? നമുക്ക് റേറ്റ് ഞാൻ പറഞ്ഞില്ല, മാക്സിമം അല്ലേ? അടിപൊളി. അപ്പൊ എന്തായാലും 2021 മോഡൽ 3,60,000 അല്ലേ? അതുപോലെ തന്നെ ഒരു വാഗണർ ഉണ്ടല്ലോ. ഇത് 2013 മോഡൽ. 13 മോഡലാ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല വൃത്തിയിലുണ്ട് അല്ലേ? VX ആണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാ. VX അല്ലേ? ഹെഡ്ലൈറ്റ് മാത്രം ഒന്ന് പോളിഷ് ചെയ്യാനുള്ളൂ. ഹെഡ്ലൈറ്റ് ചെയ്യാനുണ്ട്, നമ്മൾ ചെയ്ത് കൊടുക്കും. ഹെഡ്ലൈറ്റ് പോളിഷ് ചെയ്ത് കൊടുക്കാം അല്ലേ? ശരി. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 2,85. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 1 ലാക്ക്. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. അടിപൊളി. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ന്യൂ ഷേപ്പ് വണ്ടി ഉണ്ട്. ഇതാണെങ്കിലോ, ഇത് 2018 മോഡൽ വാഗനർ. VXI? ഇതും VXI തന്നെ. VXI അല്ലേ? അടിപൊളി. നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. ഇത് കിലോമീറ്ററോ? ഇത് 50,000 കിലോമീറ്റർ ഓടി. ഓക്കെ. മേജർ ഉണ്ടോ ആക്സിഡന്റ്? മേജർ അല്ല, ബോണ്ടും ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. മേജർ അല്ല അല്ലേ? ഓക്കെ. എന്തായാലും ചെറിയ റീപ്ലേസ്മെന്റ് വരുന്നതാണ്. അപ്പൊ ഇത് നമുക്ക് എന്താ വില വരുന്നത്? ഇത് 3,85. 3,85,000. നെഗോഷ്യബിൾ ആവൂലേ? നമുക്ക് നോക്കിയിട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഈ നിലയിൽ ഒരുപാട് വണ്ടികൾ കിടക്കുന്നുണ്ട്. നിങ്ങൾ മിസ് ചെയ്യണ്ട. ആർക്കെങ്കിലും വേണേൽ കോൺടാക്ട് ചെയ്തോ. ഇനി ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെയും കുറച്ചധികം വണ്ടികളുണ്ട്. ഈ പിന്നെ ബലാന ഏതാ മോഡല്? ബലാന 2021 മോഡല് സിഗ്മ. 21 സിഗ്മയാണ്. 21 ബേസ് അല്ലേ? ബേസ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബേസിക് എല്ലാ ഫീച്ചറും ഉണ്ടാവും. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇത് 70,000 കിലോമീറ്റർ ഓടിന്. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. എന്താ വില? റേറ്റ് നമുക്കൊരു 5,40,000. 5,40,000 രൂപയ്ക്ക് കൊടുക്കാം. അത് 2021 വണ്ടിയാണ് അല്ലേ? ഏകദേശം ഒരു 90% ലോൺ അപ്രൂവൽ ആവും. നല്ല പ്രൊഫൈലൊക്കെ ഉണ്ട്. ഫുൾ ലോൺ തന്നെ കയറും. അതെ. 2021 5,40,000 കോൺടാക്ട് ചെയ്തോളൂ. അതും പെട്രോൾ ആണ്. അടുത്തത് ഇതാണെങ്കിലോ പ്രസ? ഇത് 2019 മോഡൽ VDI ഡീസലാണ്. 19 ഡീസൽ അല്ലേ? നല്ല നീറ്റ് വണ്ടിയാണല്ലോ. ഇത് കിലോമീറ്ററോ? ഇത് കിലോമീറ്റർ 1,24,000 കിലോമീറ്റർ ഓടി. 1,24. കറക്റ്റ് ഹിസ്റ്ററി ഉണ്ടല്ലോ അല്ലേ? ഹിസ്റ്ററി കാര്യങ്ങൾ 10,000 വെച്ചിട്ട് കറക്റ്റ് ഹിസ്റ്ററി ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ശരി. VDI ആയിട്ടും അലോയ് വീല് ടച്ച് സ്ക്രീൻസ് എല്ലാം ഉണ്ട്. സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ വില? ഇതിന് നമുക്കൊരു 7,75. 7,75,000 രൂപ. അതും 2019 ആലോചിക്കണം അല്ലേ? 19 ഡീസൽ അല്ലേ? ഡീസൽ. അടിപൊളി. എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ ഒരു ഇതുണ്ടല്ലോ, ക്രെറ്റ 2022 മോഡൽ. 22? ഡീസൽ പെട്രോളോ? ഇത് പെട്രോൾ ഓട്ടോമാറ്റിക്. ആണ്. ഇതിപ്പോ നമുക്ക് റേറ്റ് ആണെങ്കിൽ എത്ര വരുന്നുണ്ട്? ഇത് നമുക്ക് 14,75 ആസ്ക് ചെയ്യുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക്കാ വരുന്നത്. പാനോറാമിക് സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്രോൾ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ നേരെ താഴെ SX ആണ് അല്ലേ? SX. ഓക്കെ. അപ്പൊ എന്തായാലും 14,75 നമുക്ക് ഈ പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി എടുത്തോളൂ അല്ലേ? അത് നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി ക്വാളിറ്റി വണ്ടി. 80,000 സിംഗിൾ ഓണർ വണ്ടിയാ. ശരി. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നല്ല അടിപൊളി ഒരു എർട്ടിക കിടക്കുന്നുണ്ട്. എർട്ടിക ഏതാ മോഡല്? ഇത് 2014 മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ 1 ലാക്ക് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് ഡീസൽ പെട്രോളോ? ഡീസൽ ലിമിറ്റഡ് എഡിഷൻ വരുന്ന വണ്ടിയാ. VDI അല്ല VDI സ്പെഷ്യൽ എഡിഷൻ വണ്ടി. അലവിൽ ചെയ്താ അല്ല, കമ്പനി വരുന്ന ഓപ്ഷനിലായിട്ട് സ്പെഷ്യൽ എഡിഷൻ വണ്ടിയാ. 1,00,000 കിലോമീറ്റർ ജെനുവിൻ അല്ലേ? 10,000 വെച്ചിട്ട് ഹിസ്റ്ററി ഉണ്ട്. അതെ അല്ലേ? അപ്പൊ അതൊന്നും ഇല്ലല്ലോ.
അപാകതങ്ങളൊന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസ്, ഇന്റീരിയർ ബ്ലാക്ക് വരും. ശരി, എന്താ വില? ഇത് നമുക്കൊരു 520 കൊടുക്കാം. 520. മോഡൽ ഏതാ പറഞ്ഞത്? 2014 ഡീസൽ. 14 ഡീസൽ അല്ലേ? 5,20,000 രൂപ. കുറെ ഉണ്ടാവുമല്ലോ അല്ലേ? നമുക്ക് നോക്കി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ? ഇത് 2011 മോഡൽ. 11 11 എന്ന് പറയുമ്പോൾ ഈ ഷേപ്പിലെ ഫസ്റ്റ് വണ്ടി അല്ലേ? ഫസ്റ്റ് വണ്ടി. കിലോമീറ്ററോ? ഇത് കിലോമീറ്റർ 1.5 ലക്ഷം കിലോമീറ്റർ ഓടി. ഡീസൽ അല്ലേ ഇത്? ഡീസൽ. വീഡിയാ? ഇത് വീഡിയോ അല്ലേ? മോശമൊന്നുമില്ല. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്കൊരു 260 കൊടുക്കാം. 2,60,000 രൂപ. 260 ഈ പറഞ്ഞ പോലെ തന്നെ വണ്ടി അത്യാവശ്യം എന്താ കണ്ടീഷൻ മെക്കാനിക്കലി ഫിറ്റ് ആണ്. മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല. ടയറൊക്കെ അത്യാവശ്യം ഉണ്ട്. അതേപോലെ തന്നെ ഈ കേട്ടനാണെങ്കിലോ? ഇത് 2018 മോഡല് 40,000 കിലോമീറ്റർ ഓടിയ VXi ഓട്ടോമാറ്റിക് ആണ്. 40 ഓടിയിട്ടുള്ള VXi അല്ലേ? VXi ഓട്ടോമാറ്റിക് ആണ്. അടിപൊളി. AMT വരുന്ന നല്ല ക്ലീൻ ഉണ്ട് വണ്ടി കേട്ടോ. ഇത് നമുക്ക് പിന്നെ അപാകത എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ശരി, നമുക്കൊരു ഫൈനൽ ഒരു 360 കൊടുക്കാം. 360. ഇതിൽ കുറെ ഉണ്ടാവുമല്ലോ അല്ലേ? നോക്കി ചെയ്യാം അല്ലേ? അതുപോലെ തന്നെ ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് ഉണ്ടല്ലോ. ന്യൂ ഷേപ്പ്. ഇതേതാ മോഡല്? ഇത് 2020 മോഡല് VXi. 20 VXi. പിന്നെ 80,000 കിലോമീറ്റർ ഓടിന് സിംഗിൾ ഓണർ. 80 ഓടിയുള്ള സിംഗിൾ ഓണർ. വേറെ എന്തെങ്കിലും അപാകത ഉണ്ടോ? മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. മേജർ ഒന്നല്ല, ചെറിയെന്തോ വീണിട്ടാറ്റം പൊട്ടിയത്. ശരി, നല്ല അടിപൊളി ഇന്റീരിയർ ഒക്കെ ബ്രോ. എല്ലാത്തിനും ഇന്റീരിയർ അയച്ചു കൊടുക്കണം. ജസ്റ്റ് നമ്മളെ താഴെ കൊടുക്കുന്ന നമ്പറിലൊന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാം. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്കൊരു 595 ആസ്റ്റിംഗ് റേറ്റ് ആണ്. മോഡൽ ഏതായിരുന്നു? 2020 അല്ലേ? 595. പക്ഷെ കുറെ മാക്സിമം കുറച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മാക്സിമം ഫുൾ ലോൺ തന്നെ കയറി തരും. നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ലോൺ ചെയ്യാം. അതെ. ഈ ഇതാണെങ്കിലോ? ഗ്ലാൻസ് 2022 മോഡല്. 22 ആണ്. 22. മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. കിലോമീറ്റർ 70,000 കിലോമീറ്റർ ഓടി. 70,000 ഓടിയിട്ടുണ്ട് അല്ലേ? ഓപ്ഷൻ എസ് വരുന്നത്. ബേസ് ആണ് അല്ലേ? ബേസ്. വേറെ അപാകതയൊന്നുമില്ല? ഒന്നുമില്ല. ഫീച്ചേഴ്സും ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട്. അതെ. നമുക്ക് എന്താ വില? ഇത് നമുക്ക് ലാസ്റ്റ് 6,10 കൊടുക്കാം. 6,10,000 രൂപ. എന്തെങ്കിലും കുറേ കുറച്ച് കൊടുക്കും. മാക്സിമം റേറ്റ് നോക്കി ചെയ്ത് കൊടുക്കും അല്ലേ? അതേപോലെ തന്നെ ഇവിടെ ന്യൂ ഷേപ്പ് അൾട്ടോ ഉണ്ടല്ലോ. അത് കൊടുത്തതാണ്. ഇതാണെങ്കിലോ? ഇത് 2017-18 രജിസ്ട്രേഷൻ ഇറ്റിയോസ് GD ആണ്. ഡീസലാണ്. പ്ലാറ്റിനം വരുന്ന വണ്ടി കേട്ടോ. ഒറിജിനൽ കേരളയാ? അല്ല, ഇത് റീ ആണ്. ഇത് കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരി, അവിടെയും ഇവിടെയും ഉണ്ട്. അപ്പോ എന്താ വില വരുന്നത്? ഇത് നമുക്കൊരു 560 കൊടുക്കാം. 560 കൊടുക്കാം. അതായത് 2018 വണ്ടി അല്ലേ? 17-18. കിലോമീറ്റർ എത്ര അറിയോ? 1 ലാക്ക്. 1 ലാക്ക് അല്ലേ? 1 ലാക്ക് കറക്റ്റ് ആയിരിക്കും അല്ലേ? ജെന്യൂൻ കിലോമീറ്റർ. 10,000 വെച്ചിട്ട് ഹിസ്റ്ററി ഉണ്ട്. 560 എടുക്കാം. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു i20 ഉണ്ട്, റെഡ് കളർ. ഇതേതാ മോഡല്? ഇത് 2021 മോഡൽ i20. 21 ആണ്. അല്ല, സോറി, 20 ആണ് കേട്ടോ. 20 അല്ലേ? 20. ഈ ഷേപ്പിലെ ഫസ്റ്റ് വണ്ടിയാണ്. ഫസ്റ്റ് വണ്ടി. നല്ല നീറ്റ് ആട്ടോ വണ്ടി. പെട്രോൾ അല്ലേ? ഇത് പെട്രോൾ ആണ്. മാഗ്ന ഓപ്ഷൻ വരുന്ന മാഗ്നയാണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 50,000 കിലോമീറ്റർ ഓടി. 50 ഓടിയുള്ളൂ അല്ലേ? നല്ല നീറ്റ് വണ്ടിയാണ്. സിംഗിൾ ആണ്. പിന്നെ റീപ്ലേസ് ഉണ്ട്. ബോണറ്റും ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ശരി, നമുക്ക് എന്താ വില? ഇത് നമുക്കൊരു 585. നമുക്ക് റേറ്റ് നോക്കി ചെയ്യാം. 5,85,000 രൂപയ്ക്ക് 2020 വണ്ടിയാണ് ആലോചിക്കണം. അത് ഈ ഷേപ്പ് ന്യൂ ഷേപ്പ് വന്ന വണ്ടി. ഫസ്റ്റ് വന്ന വണ്ടി. അതെ, നല്ല വൃത്തിയുണ്ട്. സെയിം സാധനം കൂടി ഉണ്ടല്ലോ. ഇതാണെങ്കിലോ? ഇത് 2022 മോഡലാണ്. 22. സെയിം ഓപ്ഷൻ ആണ്. ഡീസൽ അല്ലേ? അല്ല, പെട്രോൾ അല്ലേ? ഇത് നമുക്ക് 60,000 കിലോമീറ്റർ ഓടിന്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 22 വണ്ടി അല്ലേ? 2 ടയർ പുതിയതുണ്ട്. ശരി, എന്താ വില? ഇത് നമുക്കൊരു 6.5 ആണ് ആസ്ക് ചെയ്യുന്ന റേറ്റ്. നമുക്ക് നോക്കി ചെയ്യാം. മാക്സിമം വില കുറച്ച് കൊടുക്കാം അല്ലേ? മാക്സിമം 6,50,000 ആസ്കിംഗ് പ്രൈസ് ആണ്. 2022 മോഡലാണ്. ഫുൾ ഓൺ നല്ല ട്രാക്ക് ഉണ്ട്. ഫുൾ ഓൺ ചെയ്യാം. തീർച്ചയായും ചെയ്യാലോ. എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അപ്പൊ എന്തായാലും ഈ എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി അല്ലേ? ലാസ്റ്റ് വണ്ടി ഇതേതാ മോഡൽ? i20. ഇത് 2018 മോഡല് സെക്കൻഡ് ഓണർഷിപ്പില്. 18 അല്ലേ? 18. 70,000 കിലോമീറ്റർ ഓടി. ഡീസൽ പെട്രോളോ? പെട്രോൾ ആണ്. സ്പോർട്സ് ആണ് വരുന്ന ഓപ്ഷൻ. കിലോമീറ്റർ 70 ഓടിയിട്ടുള്ളൂ. അപ്പൊ അതൊന്നുമില്ലോ? ഒന്നുമില്ല. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ശരി, ഇതിപ്പോ നമുക്ക് എന്താ വില വരുന്നത്? ഇത് നമുക്ക് റേറ്റ് വരുന്നത് 510. 5,10,000 റേറ്റ് ആണ്. നമുക്ക് നോക്കി ചെയ്ത് കൊടുക്കാം അല്ലെ? എന്തായാലും 18 മോഡൽ ഉണ്ടല്ലോ. 18 മോഡൽ ഉണ്ട്. ഓപ്ഷനാണ് വരുന്നത്. 5,10,000 രൂപയ്ക്ക് എടുത്തോണ്ട് പോകാം. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് ഒന്നും ഇല്ല. ഏകദേശം നമുക്ക് ഒരു 90-95 ലോൺ ചെയ്യാൻ പറ്റും. ലോൺ ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്തായാലും എന്താ നമ്മുടെ മൈക്കാറിൽ ഇപ്രാവശ്യത്തെ ഇത്രയും വണ്ടികൾ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ്. ഒരുപാട് വണ്ടികൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു.
ഏത് വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസ് ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കണം. നമ്മള് നമ്പർ കൊടുക്കുന്നുണ്ടല്ലോ, അതിൽ വിളിച്ചാൽ മതി, അയച്ചു കൊടുക്കാം. മുഴുവൻ ഡീറ്റെയിൽസും കാര്യങ്ങളും അയച്ചു. അടിപൊളി. അപ്പോൾ എന്തായാലും നമ്മുടെ മൈക്കാറിൽ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ തളിപ്പറമ്പ് അല്ലേ? കണ്ണൂർ തളിപ്പറമ്പ് ചിറവക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതിന്റെ ആ ബസ് സ്റ്റോപ്പിന്റെ തൊട്ട് ബാക്കിലാണ്, ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ വിഷു ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചെറുവണ്ടികളുണ്ട് അല്ലേ? ഇഷ്ടംപോലെ ചെറുവണ്ടികളുണ്ട്. ഇതല്ലാണ്ട് വേറെ സ്റ്റോക്ക് ഇല്ല നമ്മുടെ? ഇതല്ലാണ്ട് വേറെ സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. നല്ലൊരു വണ്ടി നോക്കുന്ന ഒരാൾ വലിയ അവസരം കളയണ്ട, നേരെ വിളിച്ചാൽ മതി. നമ്പർ വെച്ചിട്ടുണ്ട്. ഏത് വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസ് ഡീറ്റെയിൽസ് വേണമെങ്കിലും സംസാരിച്ചാൽ അല്ലേ? അയച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ എന്നാൽ ഈ എപ്പിസോഡ് ഞാൻ അതിൻ്റെ അടുത്തൊരു കിടിലം വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.